ഇതെങ്ങനെയാ ചേച്ചി ഇത്? എന്ത് ഇതേ ആ അതെ, തിരി ഉണ്ടാക്കണത് അല്ലേ? എത്ര എത്ര തിരിക്ക് എത്ര രൂപയാണ്? ഇതെങ്ങനെയാ കണക്ക് എങ്ങനെയാ? ഇതിന് 2000 തിരിക്ക് 75 രൂപ. അപ്പോൾ 2000 തിരി ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും ചേച്ചി? അങ്ങനെ നമ്മൾ മെനക്കെട്ട് ഇരിക്കണില്ലല്ലോ. അല്ല, എന്നാലും 2000 തിരി ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? ഏകദേശം ഒരു കണക്കനുസരിച്ച്. മെനക്കെട്ട് ഇരുന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ടൊക്കെ 2000 ആവുള്ളൂ? അല്ലല്ല, മെനക്കെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഏഷ്യൻ്റെ അടുത്ത് ശാന്തയ്ക്കൊക്കെ ദിവസം ഒരെണ്ണമൊക്കെ ഉണ്ടാക്കും. ഒന്നിലും കൂടുതലുണ്ടാക്കും. അതിനാരും മെനക്കെട്ടിരിക്കില്ല. എന്നിട്ട് എണ്ണിയിട്ട് വേണം. അത് ഇതിൽ ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ടാക്കും? 25 എണ്ണം. 25 എണ്ണം ഇപ്പോൾ എത്ര രൂപയ്ക്കാ? ഇതെന്താ? ഇത് 2085 രൂപ. വേറെ ഒരെണ്ണുണ്ട് 20 തിരി 75 രൂപ. ഇതിനകത്ത് എത്ര തിരിയുണ്ട്? 25 രൂപ. അടിപൊളി. പേര് കയറിയിട്ടുണ്ടല്ലേ? അപ്പം നാളെ പറയാം ചാലുപണിയാണല്ലേ. ചേച്ചി വിളിച്ച് പറഞ്ഞോ. ഷീല എന്ന് പറഞ്ഞ ചേച്ചി തന്നെയല്ലേ? ഷീല പറഞ്ഞ ചേച്ചി തന്നെയല്ലോ. എൻ്റെ പേര് കയറിയിട്ടുണ്ട്. എന്തൊരു ഭാഗ്യ, ഞങ്ങൾ കെട്ടിക്കുത്തി ചോറുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ പേരില്ല. ഇത് തെറ്റിപ്പോയി. ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓർഡറിലാക്കണം അല്ലേ? ഇങ്ങനെ കോലും കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട്. അടിപൊളി പരിപാടി. നമ്മൾ ഈ തിരി കത്തിക്കൽ മാത്രമല്ലേ ഉള്ളൂ. നമുക്കിത് എങ്ങനെ വരുന്നത് കിട്ടണമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അല്ലേ? അല്ലേ? ഞാനിത് കുറച്ച് വർഷമായി, 4-5 വർഷമായി ഉണ്ടാക്കാം. അപ്പോൾ ചേച്ചി എത്ര എണ്ണം ആകുമ്പോഴത് പാക്ക് ചെയ്ത് കൊടുക്കുക ഏകദേശം? പാക്ക് ചെയ്ത് കാണിച്ചു തന്നെ. അല്ല, പാക്ക് ചെയ്തൊന്നും കാണിക്കുന്ന നോട്ടെ. മീൻ ഉപ്പ് ഒരുമിച്ചുണ്ട്. ഇതിൽ ഒരെണ്ണത്തിൽ 25 രൂപ ആക്കി കൊടുക്കാം. ഇങ്ങനത്തെ 10 എണ്ണം പാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പോരണം. ഇതേപോലത്തെ 10 എണ്ണം പാക്ക് ചെയ്താലാണ് 75 രൂപ. വേണ്ട വരച്ച തമ്പുരാനെ, നല്ല ഇരുന്നിട്ടായാലും നല്ല പണിയുണ്ട് ചേച്ചി. 75 രൂപയ്ക്ക് നല്ല പണിയാണ്. കാരണം വെറുതെ അങ്ങനെ ഇരുന്നിട്ടായാലും നമ്മൾ പോകുന്ന വെറുതെ ഇരുന്ന് ഇങ്ങനെ തിരിക്കുകയല്ലേ വേണ്ടല്ലോ. അതാണ് എൻ്റെ പരിപാടി. ഇതിന് പണിയുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ശരിക്കും കിട്ടിക്കോളൂ. നമ്മളിത് തിരി കത്തിക്കണതല്ലേ, അത് ശരിക്കും ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കും. ഇതപ്പോൾ ഇനി ഇച്ചിരി കഴിയുമ്പോൾ അടുക്കളയിലെ പണി ചെയ്യാൻ വേണ്ടി മീൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചത്. അപ്പോൾ അത് വറക്കണ സമയമാകുമ്പോഴത്തേന് അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ 10 രൂപ കയ്യിൽ കിട്ടുമ്പോൾ അത് നമ്മുടെ കാര്യങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പൈസ അല്ലേ ചേച്ചി? അതെ, അടിപൊളി. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ പറഞ്ഞോ. ശരി. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഒരു എന്താ പറയുക, വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണത്. അതെ, വെറുതെ ഇരിക്കും വേണ്ട, നമുക്ക് വീട്ടിലെ പണികൾ ചെയ്ത് വീട്ടിലെ കുടുംബവും നോക്കാം, നമുക്ക് ഒന്നും ചോദിക്കില്ല. അപ്പം അടിപൊളി. നാളെ എന്നോട് സിന്ധു ആണോ ചോദിച്ചത് ഈ തിരിയുടെ കാര്യം? എന്നോട് ആരോ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു. എന്തായാലും നല്ല കാര്യമാണ് ചേച്ചി.